പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 മെയ് 27 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് ശില്പ ഇന്ദു. പ്രധാന വാർത്തകൾ. ഖത്തറിൽ ഇന്ന് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 286 പേർക്ക് രോഗബാധ. ഖത്തറിൽ വേനൽക്കാലത്തെ ജോലി സമയം പ്രഖ്യാപിച്ചു. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തുന്നത് നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്താനല്ലെന്ന് ഡോക്ടർ അൽഖാൽ. ഖത്തറിൽ മെട്രോ സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കും. രാജ്യത്ത് ഈദ് ദിനങ്ങളിലെ ജനങ്ങളുടെ സഹകരണം കോവിഡ് ഇളവുകൾക്ക് സഹായകരമായതായി അധികൃതർ. ഇന്ത്യൻ വ്യോമയാന വിപണിയിൽ നിക്ഷേപമിറക്കാൻ താൽപര്യമുണ്ടെന്ന് ഖത്തർ എയർവേസ്. ഖത്തറിൽ അനുമതിയില്ലാതെ ഉംറ സർവീസ് ഏർപ്പാട് ചെയ്ത 5 ട്രാവൽ ഏജൻസികൾക്കെതിരെ നടപടി. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ ഇന്ന് 286 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 115 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 171 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതേസമയം രാജ്യത്ത് നിന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തെ ആകെ കോവിഡ് മരണനിരക്ക് 552 ആണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 152 പേർ കൂടി വൈറസിൽ നിന്ന് രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 2,12,048 ആയി. രാജ്യത്ത് നിലവിൽ 4,083 പേരാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 പേരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 147 പേരാണ് ICUവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് 37,765 ഡോസ് കോവിഡ് വാക്സിനുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വേനൽക്കാലത്ത് തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള സമയവിവരങ്ങൾ പ്രഖ്യാപിച്ച് ഖത്തർ ഭരണവികസന, തൊഴിൽ, സാമൂഹികകാര്യ മന്ത്രാലയം. തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ നിർത്തിവെക്കണം. വേനൽക്കാലത്തെ പ്രത്യേക ജോലി സമയം ജൂൺ 1 മുതൽ സെപ്റ്റംബർ 15 വരെ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇത് പാലിക്കാത്ത കമ്പനികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പുതിയ പ്രവർത്തന സമയത്തിനനുസൃതമായി തൊഴിലുടമകൾ ദൈനംദിന പ്രവൃത്തി സമയം നിർണ്ണയിക്കണമെന്നും എല്ലാ തൊഴിലാളികൾക്കും കാണാൻ കഴിയുന്ന രീതിയിൽ ഈ പ്രവൃത്തി സമയം പ്രദർശിപ്പിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു. കൂടാതെ ഇക്കാര്യം പരിശോധിക്കാൻ ലേബർ ഇൻസ്പെക്ടർമാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിലെ താപനില 32.1 ഡിഗ്രി സെൽഷ്യസിലും കൂടിയാൽ ജോലി നിർത്തിവെക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് കോവിഡ് നിയമങ്ങൾ പാലിക്കുന്നത് വീഴ്ച വരുത്താനല്ലെന്ന് കോവിഡ് സംബന്ധിച്ച ദേശീയ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് ചെയർമാനും HMCയിലെ പകർച്ചവ്യാധി വിഭാഗം മേധാവിയുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽഖാൽ പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി നീക്കാൻ തീരുമാനിച്ചത് രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞുവരുന്നത് കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പെരുന്നാൾ അവധി ദിനങ്ങളിൽ രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയർന്നേക്കാമെന്ന് ഭയപ്പെട്ടെങ്കിലും ആസൂത്രിതമായ പ്രതിരോധവും വാക്സിനേഷനും ജനങ്ങളുടെ ജാഗ്രതയും കൊണ്ട് കോവിഡ് കേസുകൾ വർദ്ധിച്ചില്ല. വരുന്ന ദിവസങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുമെങ്കിലും ആരും പ്രതിരോധ മുൻകരുതൽ നടപടികൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തരുത്. കാരണം വൈറസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും പല രാജ്യങ്ങളിലും ഇത് വ്യാപിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഖത്തർ TVയോട് പറഞ്ഞു. നാളെ മുതൽ വെള്ളി, ശനി ദിവസങ്ങളിലും മെട്രോ ലിങ്ക്, മെട്രോ എക്സ്പ്രസ് സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഖത്തർ റെയിൽ അറിയിച്ചു. 30% ശേഷിയിലാണ് മെട്രോ സേവനങ്ങൾ പുനരാരംഭിക്കുന്നത്. രാജ്യത്ത് കോവിഡ് കേസുകൾ ക്രമാനുഗതമായി കുറയുന്നതിനാൽ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്ന മുൻകരുതൽ നടപടികൾ ക്രമേണ നീക്കുന്നതായി ഖത്തർ മന്ത്രിസഭ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. രാജ്യത്ത് ഈദ് അവധി ദിവസങ്ങളിൽ ജനങ്ങൾ നൽകിയ സഹകരണം കോവിഡ് ഇളവുകൾ പ്രഖ്യാപിക്കാൻ കാരണമായതായി അധികൃതർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസം ദോഹയിൽ പത്രപ്രവർത്തകരോട് സംസാരിക്കവേ ഹമദ് ദേശീയ കോവിഡ് നിവാരണ അതോറിറ്റി മേധാവി ഡോക്ടർ അൽഖാലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. രാജ്യത്ത് ഈദ് അവധി ദിനങ്ങളെ തുടർന്ന് ചെറിയ രീതിയിൽ കോവിഡ് കേസുകൾ വർധനവുണ്ടായെങ്കിലും ജനങ്ങളുടെ സമ്പൂർണ്ണ സഹകരണം ഈ വിഷയത്തിൽ പ്രകടമായത് സർക്കാരിന് ആത്മവിശ്വാസമേകി. കഴിഞ്ഞ കോവിഡ് തരംഗത്തിൽ രാജ്യത്ത് ചെറിയ പെരുന്നാളിനും മറ്റുമുണ്ടായിട്ടുള്ള കുടുംബ സമ്പർക്കങ്ങളും സൗഹൃദ സംഗമങ്ങളും ഇത്തവണ ഒഴിവാക്കിയതിലൂടെ ജനങ്ങളുടെ സഹകരണ മനോഭാവമാണ് പ്രകടമായത്. സർക്കാരിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് ഇത്തവണ ഫലം കണ്ടു. കോവിഡ് 1ാം തരംഗത്തേക്കാൾ 2ാം തരംഗം അപകടകാരിയായത് ജനങ്ങളുടെ മനോഭാവം മാറ്റിയെന്നും അൽഖാൽ ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ വ്യോമയാന വിപണിയിൽ നിക്ഷേപമിറക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് വീണ്ടും ഖത്തർ എയർവേസ് മേധാവി അൽ ബേക്കർ. കഴിഞ്ഞ ദിവസം സിമ്പിൾ ഫ്ലൈയിങ് ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ വ്യോമയാന വിപണിയാണ് ഇന്ത്യയിലേത്. പ്രാദേശിക കമ്പനികളുമായി ചേർന്ന് ഇന്ത്യയിൽ നിക്ഷേപത്തിന് ഖത്തർ എയർവേസ് ഇപ്പോഴും സജ്ജമാണ്. ലോകത്തെ എല്ലാ വൻകരകളിലേക്കും കണക്ടിവിറ്റി പ്രദാനം ചെയ്യുന്ന വിമാന കമ്പനിയാണ് ഖത്തർ എയർവേസ്.
ഇന്ത്യയിലെ പ്രധാന വ്യോമയാന ബ്രാൻഡായ ഇൻഡിഗോയിൽ നിക്ഷേപമിറക്കാൻ ഖത്തർ എയർവേസ് തയ്യാറായിരുന്നു. ഇക്കാര്യത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പലതവണ കമ്പനി അധികൃതർ ഇൻഡിഗോ മാനേജ്മെന്റിനെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അനുകൂലമായ പ്രതികരണമുണ്ടായില്ല. അതേസമയം കോവിഡ് പ്രതിസന്ധി മൂലം തകരാറിലായ ഇന്ത്യൻ വ്യോമയാന കമ്പനികൾ ഖത്തർ എയർവേസ് അടക്കമുള്ള വിദേശ കമ്പനികളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഖത്തറിൽ ലൈസൻസ് ഇല്ലാതെ ഉംറ സർവീസ് ഏർപ്പാട് ചെയ്യുന്ന 5 ട്രാവൽ ഏജൻസികൾക്കെതിരെ അധികൃതർ കേസെടുത്തു. ഔഖാഫ് മന്ത്രാലയമാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. ഈ ഏജൻസികൾക്കെതിരെ നിയമപ്രകാരം നടപടിയെടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും ഔഖാഫ് മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു കമ്പനികൾക്ക് മുന്നറിയിപ്പാണ് ഇതെന്നും അധികൃതർ പറഞ്ഞു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. Rawabi Hypermarket, Al Rayyan, New Rayyan, Al Wakra, Al Murra, Salal. Rawabi Hypermarket, your family's choice. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. രാജ്യാന്തര യാത്രക്കാരിൽ കോവിഡ് വാക്സിൻ എടുക്കാത്തവർക്കുള്ള ക്വാറന്റൈൻ നിയമങ്ങളിൽ മാറ്റം വരുത്തി സൗദി അറേബ്യ. വാക്സിൻ എടുക്കാതെ റീ എൻട്രി വിസയിൽ സൗദിയിലെത്തുന്ന വിദേശികൾക്ക് ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണെന്ന് വ്യോമയാന വകുപ്പ് അറിയിച്ചു. വാക്സിൻ എടുത്തവർക്കൊപ്പം എത്തുന്ന വാക്സിൻ എടുക്കാത്ത 18 വയസ്സിൽ താഴെയുള്ളവരും 7 ദിവസം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയണം. 6-ാം ദിവസം PCR പരിശോധന നടത്തി നെഗറ്റീവായാൽ പുറത്തിറങ്ങാം. പോസിറ്റീവാണെങ്കിൽ 10 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. 8 വയസ്സിൽ താഴെയുള്ളവരെ PCR പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വാക്സിൻ എടുക്കാത്തവരോടൊപ്പം എത്തുന്ന കുട്ടികൾക്കും ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമാണ്. ക്വാറന്റൈൻ തുക ടിക്കറ്റിനൊപ്പമായിരിക്കും ഈടാക്കുക. സൗദിയിലെത്തി 24 മണിക്കൂറിനകവും 7-ാം ദിവസവുമാണ് ഇവർ പരിശോധന നടത്തേണ്ടത്. ഫൈസർ, അസ്ട്രാസെനക്ക, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് സൗദിയിൽ അംഗീകരിച്ചിട്ടുള്ളത്. സന്ദർശക വിസയിലും മറ്റും എത്തുന്നവർക്ക് സൗദിയിൽ കോവിഡ് പരിരക്ഷയുള്ള ഇൻഷുറൻസും നിർബന്ധമാണ്. ഇന്ത്യയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ മറ്റ് ഗ്രീൻ ലിസ്റ്റ് രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ച് PCR പരിശോധനയെടുത്ത് സൗദിയിലേക്ക് വരാം. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം. ഇതോടെ കോവിഡ് മരണനിരക്ക് 2303 ഉയർന്നു. 880 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം 725 പേർ രോഗമുക്തി നേടി. ഇതോടെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,97,080 ഉയർന്നു. ഇതുവരെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,13,784 രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയവും ഒമാൻ സുപ്രീം കമ്മിറ്റിയും നിർദ്ദേശിച്ചു. കേരള വാർത്തകൾ. കേരളത്തിൽ ഇന്ന് 24,166 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം 4,212, തിരുവനന്തപുരം 3,210, എറണാകുളം 2,779, പാലക്കാട് 2,592, കൊല്ലം 2,111, തൃശൂർ 1,938, ആലപ്പുഴ 1,591, കോഴിക്കോട് 1,521, കണ്ണൂർ 1,023, കോട്ടയം 919, പത്തനംതിട്ട 800, കാസർഗോഡ് 584, ഇടുക്കി 571, വയനാട് 315 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,35,232 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 181 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 8,063 ഉയർന്നു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 177 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 22,193 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,707 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 89 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 30,539 പേർ രോഗമുക്തി നേടി. ഇതോടെ 2,41,966 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം തട്ടിപ്പിനിരയാകാതിരിക്കാൻ ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഈ കോവിഡ് മഹാമാരിക്കാലത്തും ഗൾഫ് രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ തട്ടിപ്പ് നടത്തിയിരുന്നു.
UAE-യിൽ കോവിഡ് വാക്സിൻ നൽകുന്നതിന് നഴ്സുമാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത്. 2,30,000 രൂപ സർവീസ് ചാർജ് നൽകി ഗൾഫിലെത്തിയവരാണ് തട്ടിപ്പിനിരയായത്. എറണാകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടേക്ക് ഓഫ് എന്ന സ്ഥാപനമാണ് വൻതുക ഉദ്യോഗാർത്ഥികളിൽ നിന്നും വാങ്ങി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.5 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 286 പേർക്ക് രോഗബാധ. ഖത്തറിൽ വേനൽക്കാലത്തെ ജോലി സമയം പ്രഖ്യാപിച്ചു. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തുന്നത് നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്താനല്ലെന്ന് ഡോക്ടർ അൽഖാൽ. ഖത്തറിൽ മെട്രോ സർവീസുകൾ നാളെ മുതൽ പുനരാരംഭിക്കും. രാജ്യത്ത് ഈദ് ദിനങ്ങളിലെ ജനങ്ങളുടെ സഹകരണം കോവിഡ് ഇളവുകൾക്ക് സഹായകരമായതായി അധികൃതർ. ഇന്ത്യൻ വ്യോമയാന വിപണിയിൽ നിക്ഷേപമിറക്കാൻ താൽപര്യമുണ്ടെന്ന് ഖത്തർ എയർവേസ്. ഖത്തറിൽ അനുമതിയില്ലാതെ ഉംറ സർവീസ് ഏർപ്പാട് ചെയ്ത 5 ട്രാവൽ ഏജൻസികൾക്കെതിരെ നടപടി. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഞായറാഴ്ച വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.